നിങ്ങൾക്ക് ട്രാവൽ ചെയ്ത് ഫോട്ടോസും വീഡിയോസും എടുക്കാൻ ഇഷ്ടമാണോ? അതിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ചുകൂടി പൈസയും കൂടി കിട്ടിയാലോ? അടിപൊളിയായിരിക്കില്ലേ? ഇങ്ങനെ ട്രാവൽ ചെയ്ത് ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫിയും ട്രാവൽ വീഡിയോസ് ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ പൈസ കിട്ടുന്നുള്ള കുറച്ച് വിദ്യകൾ ഞാൻ പറഞ്ഞുതരാം. ഹലോ, ഞാൻ ജിതുൻ എം ജി, ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫറാണ്. ലാസ്റ്റ് ഒരു 15 വർഷമായിട്ട് ഞാൻ ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫി ഫീൽഡിലുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്ന DM ആണ് കേട്ടോ. എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും കൂടുതൽ വരുന്ന DM ആണ് ഇത്. എങ്ങനെയാണ് പൈസ ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് നിങ്ങൾ ഈ ട്രിപ്സ് ഒക്കെ അഫോർഡ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ എൻ്റെ പ്രൈമറി ഇൻകം എന്ന് പറയുന്നത് എൻ്റെ വെഡിങ് ഫോട്ടോഗ്രാഫി ആണ് കേട്ടോ. ഞാൻ 2013 എൻ്റെ വെഡിങ് ഫോട്ടോഗ്രാഫി സ്റ്റാർട്ട് ചെയ്തതാണ്. ഞാനൊരു എൻ്റെ ഫ്രണ്ടിൻ്റെ അസിസ്റ്റൻ്റായിട്ട് ലൈറ്റ് പിടിക്കാൻ പോയി തുടങ്ങിയതാണ്. പിന്നെ അവിടെ നിന്ന് ലൈറ്റ് ഫോട്ടോഗ്രാഫിയുടെ ലൈറ്റിംഗ് ഒക്കെ പഠിച്ചു, വെഡിങ്ങിൻ്റെ കുറച്ച് സംഭവങ്ങളൊക്കെ പഠിച്ച് പിന്നെ ഞാൻ 2013 ലാസ്റ്റ് ആകുമ്പോഴേക്ക് ഞാൻ എൻ്റെ സ്വന്തം വെഡിങ് കമ്പനി തുടങ്ങി. ഇപ്പോൾ ഒരു 10-12 വർഷമായിട്ട് ഞാൻ എൻ്റെ വെഡിങ് കമ്പനി റൺ ചെയ്യുന്നുണ്ട്. പിന്നെ വേറെ പുറത്തുള്ള കുറച്ച് കമ്പനികൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതാണ് എൻ്റെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം. അതായിരുന്നു എൻ്റെ എൻ്റെ മുന്നത്തേക്ക് ട്രാവലിനുള്ള സോഴ്സ് അതായിരുന്നു. അപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ കുറേ നാൾ വെഡിങ് എടുക്കും, അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പൈസ വെച്ച് ഞാൻ ട്രാവൽ ചെയ്യും. അങ്ങനെയായിരുന്നു എൻ്റെ പോർട്ട്ഫോളിയോ ബിൽഡിംഗ് എന്നുള്ളൊരു സംഭവം. ഓക്കെ, അത് പക്ഷേ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന വരില്ല. ഇപ്പോൾ എല്ലാവർക്കും വെഡിങ് എടുക്കാനൊന്നും വലിയ താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ, മെൻഷൻ ചെയ്തെന്നുള്ളൂ. രണ്ടാമത് മെയിനായിട്ട് എനിക്കിപ്പോൾ ഏറ്റവും കൂടുതൽ ഇൻകം വരുന്ന ഒരു ഫീൽഡ് എന്ന് പറയുന്നത് കൊളാബറേഷൻസാണ്, ബ്രാൻഡ് കൊളാബറേഷൻസാണ്. അപ്പോൾ ഞാൻ മെയിനായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ കൊളാബറേഷൻസ് കിട്ടുന്നത് മൊബൈൽ ബ്രാൻഡ്സുകളാണ്. മൊബൈൽ ടെക്, എൻ്റെ ഫോട്ടോഗ്രാഫി റിലേറ്റഡ് ആയിട്ട് മൊബൈൽ ബ്രാൻഡ്സുകൾ, അവരിൽ നിന്നാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പൈസ കിട്ടുന്നത്. അപ്പോൾ ഞാൻ സാംസങ്, ഹുവായി, ഒപ്പോ, വിവോ, OnePlus, IQ എല്ലാവരുമായിട്ട് ഞാൻ കൊളാബറേഷൻ ചെയ്തിട്ടുണ്ട്. അവർക്ക് വേണ്ടി ചില സമയത്ത് ഒരു ഒറ്റ റീൽ ഉണ്ടാക്കാനായിരിക്കും, ചില സമയത്ത് അവർക്ക് ഫോട്ടോസ് എടുത്ത് കൊടുക്കാനായിരിക്കും, ചിലർക്ക് വർക്ക്ഷോപ്പ് കൊടുക്കാനായിരിക്കും. ഫസ്റ്റ് എനിക്ക് കിട്ടിയത് 2017 ഹുവായിയുടെ, അതൊരു വർക്ക്ഷോപ്പ് എടുക്കാനായിരുന്നു. പിന്നെ എനിക്ക് MIയുടെ കിട്ടി. MIയുടെ ഒരു വർഷം 2 വർഷത്തോളം ഉണ്ടായിരുന്നു. അത് ഞാൻ ഫോട്ടോസ് എടുത്ത് കൊടുത്താൽ മതി. ഒരു ഫോട്ടോയ്ക്ക് ഇത്ര പൈസ എന്നുള്ള രീതിയിലാണ്. എനിക്ക് 10,000-15,000 20,000 എടുത്ത് ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഒരു ഫോട്ടോ ഞാൻ ആ മൊബൈലിൽ എടുത്ത് അവർക്ക് കൊടുക്കണം. എനിക്ക് ഓൾമോസ്റ്റ് ഒരു 15 രൂപ ഉള്ളിൽ കിട്ടിയായിരുന്നു. അന്ന് പിന്നെ അവർ അൺലിമിറ്റഡ് ആയിരുന്നു, എത്ര ഫോട്ടോസ് കൊടുക്കണോ അവർ അതൊക്കെ എടുക്കുമായിരുന്നു. അതുകൊണ്ട് നല്ലൊരു വരുമാന മാർഗ്ഗമായിരുന്നു. അപ്പോൾ ഈ ബ്രാൻഡ് കൊളാബറേഷൻസാണ് എൻ്റെ മെയിൻ, അതായത് മൊബൈൽ ബ്രാൻഡ് കൊളാബറേഷൻ. പിന്നെയുള്ളത് വണ്ടികളുടെ ഫോട്ടോസ്, വണ്ടികളുടെ റീൽസ്. അതായത് പുതിയ വണ്ടികൾ ലോഞ്ച് ചെയ്യുമ്പോൾ അവരുടെ പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള റീൽസും അവരെ ഇതിന് വേണ്ടിയിട്ടുള്ള ഫോട്ടോസൊക്കെ നമ്മളെ കൊണ്ടെടുപ്പിക്കും. നമ്മൾ ബ്രാൻഡ് കൊളാബറേറ്റ് ചെയ്യും. അങ്ങനെ അത്യാവശ്യം പൈസ നമുക്ക് കിട്ടും. അപ്പോൾ ബ്രാൻഡ് കൊളാബറേഷൻ വിത്ത് ഈ വണ്ടികളും അല്ലെങ്കിൽ മൊബൈൽ ബ്രാൻഡ്സ്, അതൊക്കെയാണ് എൻ്റെ ഏറ്റവും പ്രൈമറി സോഴ്സ് ഓഫ് ഇൻകം. ഓക്കെ, അതും എൻ്റെ ഈ ഇൻസ്റ്റാഗ്രാമിൽ അത്യാവശ്യം ഫോളോവേഴ്സ് ഉള്ള കാരണം വരുന്നതാണ്. ഞാനിപ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് 80K ഫോളോവേഴ്സ് ഉണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന കുറച്ച് ഇൻകമാണ്. അത് നമ്മുടെ ഫോളോവേഴ്സ് അനുസരിച്ചൊക്കെ വേരി ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്യുന്ന പൈസ ആയിരിക്കില്ല 1 മില്യൺ ആൾ ചെയ്യുന്നത്. ഇപ്പോൾ എനിക്ക് 10,000 രൂപ കിട്ടുന്ന സാധനം അവർ 1 ലക്ഷം രൂപയ്ക്ക് ചെയ്യും. എനിക്ക് ചിലപ്പോൾ 1 ലക്ഷം രൂപ കിട്ടുന്ന സാധനം അവർ 10 ലക്ഷത്തിന് ചെയ്യും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പം ഫോളോവേഴ്സും ചിലർക്ക് മാറ്ററാണ്, ചിലർക്ക് അതിൻ്റെ ക്വാളിറ്റി മാറ്ററാണ്. നിങ്ങൾക്കൊരു ഇൻസ്റ്റാഗ്രാം ചാനലുണ്ട് അല്ലെങ്കിൽ യൂട്യൂബ് ചാനലുണ്ട്, നിങ്ങൾക്ക് ഇങ്ങനെ കൊളാബറേഷൻസ് ഒക്കെ കിട്ടണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ഫോളോവേഴ്സ് ഉണ്ടാവുക, പിന്നെ നമ്മുടെ ക്വാളിറ്റി വർക്ക് നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഒരു എന്താ പറയുക, നിങ്ങൾക്കൊരു കൊളാബറേഷൻ കിട്ടും. പണ്ടൊക്കെ ഫോട്ടോസ് ഇട്ടാൽ മതിയായിരുന്നു. ഇപ്പോൾ റീലിട്ടാലാണ് നമ്മുടെ പുറത്തുള്ള ആൾക്കാർ ഓഡിയൻസിൽ നമ്മൾ കാണുള്ളൂ. അപ്പോൾ മാക്സിമം റീലൊക്കെ ഇട്ട് നിങ്ങൾ ഫോട്ടോഗ്രാഫർ ആയാലും ഫോട്ടോസ് വെച്ചിട്ടുള്ള റീൽ ഉണ്ടാക്കി അതൊക്കെ ഇട്ട് മാക്സിമം ബ്രാൻഡുകളുടെ മുന്നിൽ നമ്മൾ എത്തിപ്പെടണം എങ്ങനെയെങ്കിലുമൊക്കെ. ബ്രാൻഡുകളിലും ഈ സോഷ്യൽ മീഡിയ മാനേജേഴ്സൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർ നമ്മളെ ഫോട്ടോസും വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ ഏജൻസികൾക്ക് പറയും നമ്മളെ ഈ ഒരു പ്രൊഫൈലുണ്ട്, ഒരു കൊളാബറേഷന് വേണ്ടിയിട്ട് നമ്മളെ ഹയർ ചെയ്യണം എന്നുള്ള ഒരു മെസ്സേജ് കൊടുക്കും. അങ്ങനെയാണ് നമ്മളെ ഇപ്പോൾ ഒക്കെ നോർമലി ഹയർ ചെയ്യുന്നത്. ഇപ്പോൾ ഡയറക്റ്റ് ബ്രാൻഡുകളും വിളിക്കും, അതൊക്കെ പക്ഷേ ഭയങ്കര ചുരുക്കമാണ്. ഇപ്പോൾ 10 ഏജൻസി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരെണ്ണമൊക്കെ ഡയറക്റ്റ് ബ്രാൻഡിൽ നിന്നുള്ളൂ. അപ്പോൾ അതിൽ ഏജൻസിക്കാർ അവരെ ഒരു പെർസെൻറ്റേജ് എടുത്തിട്ടാണ് നമുക്കുള്ള പൈസ കിട്ടുക. അപ്പോൾ നമ്മളൊരു 1 ലക്ഷം രൂപ ഒരു വർക്കിന് വേണ്ടി ചിലപ്പോൾ ഒരു 30,000 അല്ലെങ്കിൽ 20,000 രൂപ അവരെ ഇതിലെടുക്കും, ചിലപ്പോൾ അതിന് മേലേക്ക് എടുക്കും. ഓക്കെ, അപ്പോൾ ഇത് ഫസ്റ്റത്തെ. രണ്ടാമെന്ന് പറയുന്നത് നമുക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ സെല് ചെയ്യാൻ പറ്റും. സ്റ്റോക്ക് ഫോട്ടോസിൽ സെല് ചെയ്യാൻ പറ്റും. സ്റ്റോക്ക് ഫോട്ടോസ് എനിക്ക് അഡോബി സ്റ്റോക്ക് ഉണ്ട്, പിന്നെ സ്റ്റോക്ക് ഫോട്ടോസ് ഉണ്ട്, ഗെറ്റ് ഇമേജസ് ഉണ്ട്. അതിലൊക്കെ ഞാൻ ഫോട്ടോസൊക്കെ സെല് ചെയ്യാറുണ്ട്. പക്ഷേ എനിക്ക് കമ്പാരിറ്റീവ്ലി ഭയങ്കര പൈസ കുറവായിരിക്കും അതിൽ കിട്ടുന്നത്. എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു അപ്പോൾ ഞാനൊരു ബ്രാൻഡായിട്ട് വർക്ക് ചെയ്യുമ്പോൾ എനിക്കൊരു 1 lakh ഒരു ഫോട്ടോയ്ക്ക് അല്ലെങ്കിൽ ഒരു 2 ഫോട്ടോയ്ക്ക് കിട്ടുന്നതിന് പകരം ഇതിൽ ചിലപ്പോൾ ഒരു $2 $3 ആ റേഞ്ചിലൊക്കെയാണ് നമുക്ക് പൈസ കിട്ടുക. ചിലപ്പോൾ $1 താഴേക്ക് ആയിരിക്കും പൈസ കിട്ടുക. അതും ഒരു കോപ്പിനെ മൾട്ടിപ്പിൾ ആയിട്ടാണ് സെല് ചെയ്യുന്നത്. അതൊരു വരുമാന മാർഗ്ഗമാണ്. ഓക്കെ, പിന്നെ സ്റ്റോക്ക് വീഡിയോസ് ഇതുപോലെ തന്നെ നമ്മുടെ സ്റ്റോക്ക് വീഡിയോസ് 15 സെക്കൻഡ് താഴെയുള്ളാത്ത വീഡിയോസൊക്കെ നമ്മൾ 4Kയിലൊക്കെ എടുത്ത് നമ്മൾ സ്റ്റോക്ക് വീഡിയോസ് സെല് ചെയ്യാൻ പറ്റും. അത് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് പ്രിൻ്റ് സെല് ചെയ്യാൻ പറ്റും.
പ്രിൻറ്റുകൾ ഇപ്പോൾ നമ്മൾ ഫോട്ടോസും വീഡിയോസൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്ത് അത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട വരുന്ന ആൾക്കാർ ഇപ്പോൾ ചില റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ റിസോർട്ടുകൾക്ക് ആൾക്കാർക്ക് അതുപോലത്തെ അപ്പോൾ ഞാൻ മൂന്നാറിലത്തെ ഒരു ഫോട്ടോ എടുത്ത് നോക്കിയാൽ അപ്പോൾ മൂന്നാറിലുള്ള ഒരു റിസോർട്ട് തുടങ്ങണം അവർക്ക് അവിടെ വയ്ക്കുന്ന മൂന്നാറിൽ തന്നെ 2-3 ഒറിജിനൽ ഫോട്ടോസ് വേണമെന്ന് വെച്ചാൽ പ്രിൻറ്റ് വെക്കണമെന്ന് വെച്ചാൽ നമ്മൾ അപ്രോച്ച് ചെയ്യും. അങ്ങനെ നമുക്ക് നമ്മുടെ ഫോട്ടോസ് സെല്ല് ചെയ്യാം. ഓക്കെ, ചിലപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി നമ്മൾ എടുത്തു വെച്ചൊരു ഫോട്ടോ നമ്മൾ ഏതെങ്കിലും ഒരു ബ്രാൻഡ് അവർക്ക് വേണമെന്ന് വെച്ചാൽ അവർ നമ്മുടെ പൈസ വാങ്ങും. അപ്പോൾ ചിലവർ നമ്മൾ എക്സ്ക്ലൂസീവായിട്ട് നമ്മൾ കൊടുക്കേണ്ടി വരും. ചില ആ ബ്രാൻഡിന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ബ്രാൻഡ് മാത്രമേ അത് യൂസ് ചെയ്യുള്ളൂ, വേറെ ആർക്കും അത് യൂസ് ചെയ്യാൻ പറ്റില്ല. ചിലവർ നമ്മുടെ ഫോട്ടോസ് യൂസ് ചെയ്യും അതിനുള്ള പൈസ. ഓക്കെ, അപ്പോൾ എക്സ്ക്ലൂസിവിറ്റി ഉണ്ടെങ്കിൽ അതിന് പൈസ കൂടുതലായിരിക്കും. ഇപ്പോൾ നമ്മൾ നോർമൽ ഒരു ഫോട്ടോ നമ്മൾ ഒരു ബ്രാൻഡിന് കൊടുക്കണമെങ്കിൽ ആ ബ്രാൻഡ് നമ്മളിപ്പോൾ 1,00,000 രൂപയ്ക്കാണ് ആ ബ്രാൻഡ് നമ്മുടെ ഇത് മേടിച്ചു നിൽക്കുക. നോർമൽ ഒരു ബ്രാൻഡ് അവർ എക്സ്ക്ലൂസിവിറ്റി ഒന്നുമില്ല 1,00,000 രൂപയ്ക്ക് മേടിച്ചെന്ന് വെച്ചാൽ, പക്ഷേ നമ്മൾ എക്സ്ക്ലൂസീവായിട്ടൊരു വേറൊരു ബ്രാൻഡിന് കൊടുക്കുമ്പോൾ അതിന് 2,00,000 രൂപ അല്ലെങ്കിൽ 1,50,000 രൂപ കുറച്ച് കൂടുതൽ പൈസ എക്സ്ട്രാ ചാർജ് ചെയ്യണം. അങ്ങനെയാണ് നോർമലി എല്ലാവരും ചെയ്യുക. പിന്നെ മൂന്നാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലൊക്കെ കുറേ റിസോർട്ടുകളുണ്ടല്ലോ. അപ്പോൾ റിസോർട്ടുകൾക്ക് അവർക്ക് എപ്പോഴും ഇങ്ങനെ അവരെ സോഷ്യൽ മീഡിയയിലേക്കുള്ള ഫോട്ടോസും വീഡിയോസും സംഭവങ്ങളൊക്കെ വേണം. ഓക്കെ, അപ്പോൾ നമുക്ക് അത്യാവശ്യം ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോസൊക്കെ എടുക്കാൻ അറിയാം, എഡിറ്റിംഗ് ഒക്കെ നമ്മൾ അടിപൊളിയാണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ പോർട്ട്ഫോളിയോ അവർക്ക് പിച്ച് ചെയ്യാം. ഫസ്റ്റ് ചിലപ്പോൾ നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഞാൻ ചെയ്തിട്ടുണ്ട്, ഫ്രീ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ബാർട്ടർ പോലെ നമ്മൾ അവിടെ പണ്ടൊക്കെ നമ്മളവിടെ ചെല്ലുക, നമ്മൾ താമസിക്കുക, പിന്നെ അതിനുള്ള ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് കൊടുക്കുക. അപ്പോൾ അവർക്ക് ഇഷ്ടമായി, അവർക്ക് അത് അവരെ സോഷ്യൽ മീഡിയ വഴി യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ പിന്നെ നിങ്ങൾ കുറച്ച് എസ്റ്റാബ്ലിഷ് ആയി, നിങ്ങളെ കുറച്ചുകൂടി ഫോളോവേഴ്സൊക്കെ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈസയ്ക്ക് നിങ്ങളുടെ വർക്കൊക്കെ കണ്ടിട്ട് വേറെ റിസോർട്ടുകൾ നിങ്ങളെ പൈസയ്ക്ക് വേണ്ടി വിളിക്കും. അപ്പോൾ ഫസ്റ്റ് പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാനാണ് മെയിൻ. പോർട്ട്ഫോളിയോ നിങ്ങൾ ഇങ്ങനെ പല റിസോർട്ടുകളിൽ എടുത്ത് പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാം. അപ്പോൾ ബാക്കിയുള്ള റിസോർട്ടുകൾക്ക് കാണില്ല. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, അവർ മനസ്സിലായി ഈ റിസോർട്ടായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്കൊരു എന്നിട്ട് പറയുക ഓത്തൻറ്റിസിറ്റി തോന്നും. അത് ഇതുപോലെ തന്നെയാണ് നമ്മുടെ ബ്രാൻഡുകൾ പറയുമ്പോൾ. അപ്പോൾ ഒരു മൊബൈൽ ബ്രാൻഡിൻ്റെ ഫസ്റ്റ് കിട്ടി നമ്മൾ ചിലപ്പോൾ അവർ പറയും പൈസ കിട്ടില്ല, നിങ്ങൾക്ക് കൊളാബറേഷൻ ബാർട്ടർ ആണെന്ന് വെച്ചാൽ ചില സമയത്ത് നമ്മൾ അത് ആദ്യമൊക്കെ ഞാൻ ബാർട്ടർ ചെയ്തിട്ടുണ്ട്, ഞാൻ പറയുന്നില്ല. അവർ ഡിവൈസ് വരുമ്പോൾ നമുക്ക് അതിൽ ഫോട്ടോ എടുത്ത് കൊടുക്കണം, വേറെ പൈസ ഒന്നും കിട്ടില്ല. പിന്നെ ഈ സംഭവം കണ്ടിട്ട് അത് കഴിഞ്ഞിട്ടോ വേറെ ഏതെങ്കിലും ബ്രാൻഡ് കൊളാബറേറ്റ് ചെയ്തിട്ട് വരും, പൈസ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെയാണ് റിസോർട്ടിൻ്റെ കാര്യത്തിലും. അടുത്ത മെത്തേഡാണ് ട്രാവൽ കമ്പനീസൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ കുറേ ട്രാവൽ കമ്പനീസ് ഉണ്ടാവും നമുക്ക്. അപ്പോൾ പല കമ്പനീസ് ഉണ്ടാവും നിങ്ങളെ കണ്ടൻറ്റ് അവർക്ക് വേണം, അവരുടെ പ്രൊമോഷന് വേണ്ടി. ഇപ്പോൾ എല്ലാം സോഷ്യൽ മീഡിയ പ്രൊമോഷനാണല്ലോ. അപ്പോൾ മാക്സിമം നമ്മളെ അത്യാവശ്യം നന്നായിട്ട് കണ്ടൻറ്റൊക്കെ എടുത്തു കൊടുക്കുക അങ്ങനെയുള്ള ടൂറിസം കമ്പനീസിന്. ചിലത് കൊളാബായിരിക്കും, നേരത്തെ പറഞ്ഞ പോലെ, ചിലത് പെയ്ഡായിരിക്കും. അപ്പോൾ ഞാൻ പെയ്ഡാണ് മാത്രമേ ചെയ്യാറുള്ളൂ. അപ്പോൾ ഫസ്റ്റൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ കൊളാബ് ചെയ്യേണ്ടി വരും. അത് തെറ്റൊന്നും പറയില്ല, പക്ഷേ ഓവറായിട്ട് കൊളാബ് ചെയ്യുമ്പോൾ നമ്മുടെ മൊത്തം ഇൻഡസ്ട്രീനെ അത് ബാധിക്കുക തന്നെ ചെയ്യും. കാരണം വെച്ചാൽ കുറേ ആൾക്കാർ ഇത് വെച്ച് ജീവിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ വരുത്തിയെടുക്കുന്ന പരിപാടിയാണ് എല്ലാം കൊളാബ് കൊടുക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ അവാർഡുകൾക്ക് അപ്ലൈ ചെയ്യാം. അത് അവാർഡുകൾ നല്ലൊരു സോഴ്സ് ഓഫ് ഇൻകം ആണ് ആക്ച്വലി. ഇപ്പോൾ നല്ല ഫോട്ടോസ് ഉണ്ട്, നിങ്ങൾക്ക് ഉറപ്പാണ് നല്ലൊരു ഫോട്ടോ ആണ് അല്ലെങ്കിൽ നല്ലൊരു വീഡിയോ ആണ്, ഒരു സാധനം കിട്ടിയാൽ നമുക്കൊരു അവാർഡ് കിട്ടും, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് തോന്നുന്ന നല്ലൊരു സ്ട്രോങ് ഇതുണ്ടെങ്കിൽ വെച്ചാൽ നമുക്കത് അവാർഡുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു പറഞ്ഞതെന്ന് വെച്ചിട്ട്, അപ്പോൾ അവന് കഴിഞ്ഞ മാസം അബുദാബിയിലത്തെയാണോ ഷാർജയിലത്തെയാണോ അതൊരു അവാർഡ് കിട്ടിയായിരുന്നു. അവന് ഫസ്റ്റ് പ്രൈസ് കിട്ടിയായിരുന്നു. 23 ലക്ഷമാണ് അവന് അവാർഡായിട്ട് കിട്ടിയൊക്കെ. നിങ്ങൾക്ക് ചിന്തിച്ച് നോക്കിയേ, ജസ്റ്റ് ഒരു ഫോട്ടോയ്ക്ക് കിട്ടിയ പൈസയാണ് കേട്ടോ. അപ്പോൾ അവൻ കുറേ എഫേർട്ട് എടുത്തിട്ടുണ്ടാവും, കുറേ കൊല്ലമായിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്. അതും ഒരു ഓപ്ഷനാണ് കേട്ടോ, അവാർഡുകൾക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതും ഒരു ഓപ്ഷനാണ്. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ഫോട്ടോഗ്രാഫിക്ക് പൈസ ഉണ്ടാക്കിയ സംഭവമാണ് NFT. ഇപ്പോൾ അത്രയും കാര്യമല്ല. NFT ഉണ്ടായിരുന്നു 2021 സമയത്ത്. NFT എന്നുള്ള സംഭവം ഉണ്ടായിരുന്നു. അതിൽ നമുക്ക് അതെന്ന് വെച്ചാൽ ക്രിപ്റ്റോ കറൻസി ഉണ്ടല്ലോ, ക്രിപ്റ്റോയുടെ ഒരു പ്ലാറ്റ്ഫോമാണ്. ഈ ഫോട്ടോസ് നമുക്ക് ടോക്കണായിട്ട് സെല് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഞാനിന്ന് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു 8-9 അതായത് ഓൾമോസ്റ്റ് ഒരു 10-25 ലക്ഷത്തിൻ്റെ ഫോട്ടോസ് ഞാൻ ആ സമയത്ത് സെല്ല് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇതുപോലെ ഞാൻ സെല്ല് ചെയ്ത പോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ കുറച്ച് നല്ല ഫോട്ടോസ് ഞാൻ മേടിക്കുകയാണ് ചെയ്തത്. അതിന് പൈസ അങ്ങനെ ഓവറായിട്ട് ഉണ്ടാക്കിയില്ല. പൈസ ഉണ്ടാക്കി, പക്ഷേ ഞാൻ കുറേ സാധനങ്ങൾ വേറെ മേടിച്ച് പൈസ ആക്ച്വലി എൻ്റെ കയ്യിൽ ആ പൈസ ഇല്ല. ഇനിയത് ചെയ്ത പൈസ കിട്ടുമെന്ന് വെച്ചാൽ ചിലപ്പോൾ പൈസ കിട്ടുമായിരിക്കും. കുറേ സംഭവങ്ങൾ ഇപ്പോഴും ആക്റ്റീവാണ്, പക്ഷേ പണ്ടത്തെ അത്രയും ബൂമിംഗ് ഒന്നുമില്ല. ഓക്കെ, നിങ്ങൾ വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്ക്. NFTs നല്ലൊരു സംഭവമാണ്. അതൊരു ഒരു ബ്ലോക്ക് ചെയിൻ ബേസ്ഡ് ആണ്. സെർച്ച് ചെയ്ത് നോക്കുക NFT കുറിച്ച്. നിങ്ങൾക്കത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ പറഞ്ഞാൽ മതി, ഞാൻ അതിനുള്ള റിപ്ലൈ എന്തായാലും ചെയ്യാം. ഓക്കെ, വേറൊരു ഓപ്ഷനാണ്, നിങ്ങളിപ്പോൾ കുറേ നാളായിട്ട് ഫോട്ടോഗ്രാഫി ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഒരു ഫോട്ടോഗ്രാഫി ഫീൽഡിൽ അത്യാവശ്യം നല്ല നോളേജ് ഉണ്ട്. അങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വർക്ക്ഷോപ്സുകൾ
സെല്ല് ചെയ്യാം. നിങ്ങൾ ട്രെയിനിങ്ങും വർക്ക്ഷോപ്പുകളൊക്കെ സെല്ല് ചെയ്യാൻ പറ്റും. അതായത് ഒന്നില്ലെങ്കിൽ ഒരു ഓൺലൈൻ ട്യൂട്ടോറിയൽ ഉണ്ടാക്കുക ഡിജിറ്റലായിട്ട്, അത് നിങ്ങൾക്ക് സെല്ല് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് വർക്ക്ഷോപ്പ് ഡയറക്റ്റ് ഓഫ്ലൈൻ വർക്ക്ഷോപ്പിൽ നിങ്ങൾ ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ട് അവിടെ വർക്ക്ഷോപ്പ് എടുക്കുക, അതിനുള്ള പൈസ അത് നിൽക്കും. അങ്ങനെയും നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും. അതും ഓപ്ഷനാണ്. അത് നന്നായിട്ട് അറിവുള്ളവർക്ക് ചെയ്യാൻ പറ്റിയ കാര്യമാണ് കേട്ടോ. അത്യാവശ്യം ഒരു ഫോട്ടോഗ്രാഫി ഒരു ഫീൽഡിനെ കുറിച്ച് സ്ട്രോങ് ഒരു ഐഡിയ ഉണ്ടെന്ന് വെച്ചാൽ ഈ സംഭവം നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ പിന്നെ കുറച്ച് റെപ്യൂട്ടേഷനും വേണം. നമ്മളെ ഫോളോ ചെയ്യുന്ന കുറേ ആൾക്കാർ നമുക്ക് വേണം. ഇതിന് അവർ നമ്മളെ വർക്ക് കണ്ടിട്ട് വരണം. നമ്മൾ വർക്ക് അത്ര അടിപൊളി പ്രസൻറ്റബിൾ ആയെങ്കിൽ അവരെന്തായാലും വന്നിരിക്കും. ഓക്കെ, അടുത്തത് നമുക്ക് പറയാൻ പറ്റുന്നത് യൂട്യൂബ് ചാനൽ യൂട്യൂബ് കോഴ്സും. അപ്പോൾ ഞാൻ ഇവിടെ യൂട്യൂബ് ചാനൽ തുടങ്ങി. ഞാൻ ഫസ്റ്റ് ഇതിൽ നിന്ന് കുറേ പൈസ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടാണ് തുടങ്ങിയതാണ്. പക്ഷേ എനിക്ക് ഇത്രയും കുറേ എഫേർട്ട് എടുത്തിട്ടും എനിക്ക് അതിനുള്ള റിസൾട്ട് കിട്ടിയില്ല. അപ്പോൾ ഞാൻ യൂട്യൂബ് ചാനൽ പതുക്കെ ഭയങ്കര സ്ലോ ആക്കി. പക്ഷേ ഇനി ഞാൻ പൈസ എന്നുള്ള സംഭവം ഞാൻ മാറ്റി വെച്ചിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് ഇപ്പോൾ കുറേ ആൾക്കാരായിട്ട് ചോദിക്കണം ഇങ്ങനെ ട്യൂട്ടോറിയൽസൊക്കെ ചെയ്തുകൂടെ, കണ്ടിന്യൂ ചെയ്തുകൂടെ. അപ്പോൾ ഞാൻ കുറച്ച് ട്യൂട്ടോറിയൽസ് മുന്നത്തെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്, കണ്ടിന്യൂ ചെയ്യും. കുറച്ച് വീഡിയോസ് കൂടി എന്തായാലും ചെയ്യും. ഞാൻ പോണ ട്രിപ്പുകളുടെ ഡോക്യുമെൻ്റ് ചെയ്യുന്ന മാക്സിമം വീഡിയോസൊക്കെ പണ്ട് ഞാൻ വീഡിയോസ് തീരെ എടുക്കാറില്ല. ഇപ്പോൾ കഴിഞ്ഞ ട്രിപ്പിന് പോയപ്പോൾ ഞാൻ അത്യാവശ്യം ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നുള്ള ട്രിപ്പ് പോകാനുള്ള ടിപ്സുകളും പിന്നെ ഫോട്ടോഗ്രാഫി ടിപ്സുകളൊക്കെ ആയിട്ട് വീഡിയോസ് എന്തായാലും ചെയ്യുന്നതാണ്. അപ്പോൾ യൂട്യൂബ് നിങ്ങളിപ്പോൾ അത്യാവശ്യം ഇപ്പോഴത്തെ പിള്ളേരെല്ലാവരും അടിപൊളി നന്നായിട്ട് സംസാരിക്കാൻ വരുന്ന ആൾക്കാരായിരിക്കും. എനിക്ക് ക്യാമറ നോക്കി സംസാരിക്കാൻ ഞാൻ കുറേ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ കുറേ ടേക്ക് എടുത്തിട്ടാണ് ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത്. നന്നായിട്ട് സംസാരിക്കാൻ അറിയുന്നത് വെച്ചാൽ നിങ്ങൾ നന്നായിട്ട് സംസാരിച്ച് യൂട്യൂബ് സെറ്റാക്കുക, അതിൽ മോണിറ്റൈസേഷൻ അടിപൊളിയാണ്. അതുപോലെ ഞാനിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ബ്രാൻഡ് കൊളാബറേഷൻ പറഞ്ഞ പോലെ നമുക്ക് അത്യാവശ്യം യൂട്യൂബ് ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ അതിൽ നിന്നും ബ്രാൻഡ് കൊളാബറേഷൻസ് കിട്ടും. അതും ഒരു വരുമാന മാർഗ്ഗമാണ്. ഓക്കെ, പിന്നെ അടുത്തത് ഞാൻ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്നിട്ടാ നിങ്ങളിപ്പോൾ ഒരു എഡിറ്റിംഗ് സ്റ്റൈലുണ്ട്. ഇപ്പോൾ നിങ്ങളൊരു പോർട്രേറ്റ് ഫോട്ടോഗ്രാഫറാണ്, നിങ്ങൾക്കൊരു എഡിറ്റിംഗ് സ്റ്റൈലുണ്ട്, നല്ല ഒരു കളർ ടോൺ നിങ്ങളെപ്പോഴും കീപ്പ് ചെയ്യുന്ന വെച്ചാൽ നിങ്ങൾക്ക് ആ സംഭവം നിങ്ങളൊരു പ്രീസെറ്റായിട്ട് ലൈറ്റ് റൂമിൻ്റെ പ്രീസെറ്റോ ഒക്കെ ആയിട്ട് നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റും. അത് നമുക്ക് ബൾക്കായിട്ട് സെല്ല് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു 10 എഡിറ്റിംഗ് സ്റ്റൈൽ നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഒരു ബണ്ടിലായിട്ട് സെല്ല് ചെയ്യാൻ പറ്റും, സിംഗിളായിട്ട് സെല്ല് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളിപ്പോൾ 100 രൂപയ്ക്കാണ് സെല്ല് ചെയ്യുന്നേക്കുക, ചിലപ്പോൾ 100 ആൾ മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര പൈസയില്ലേ, അത് ഉണ്ടാക്കുന്ന ഒരു ടൈം മാത്രമല്ലോ. പിന്നെ ഇത് ഇങ്ങനെ ഓൺലൈനായിട്ട് സെല്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് അറിയില്ല എത്ര ആൾ മേടിക്കുന്നത്. അപ്പോൾ പൈസ കുറവാണെങ്കിൽ കുറേ ആൾക്കാർ മേടിക്കും അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തിട്ട് വേണം, നിങ്ങൾക്ക് നല്ല സ്ട്രോങ് പോർട്ട്ഫോളിയോ വേണം. നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ നിങ്ങൾക്ക് ഒരു സ്റ്റൈൽ വേണം. ആ സ്റ്റൈലാണ് ആൾക്കാർ മേടിക്കും. ഇപ്പോൾ നിങ്ങളിപ്പോൾ ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫർ ആണെങ്കിൽ നിങ്ങൾ സെല്ല് ചെയ്യുന്നത് ഒരു ഫാഷൻ്റെ പ്രീസെറ്റ് അല്ലെങ്കിൽ ലെട്ടാണെങ്കിൽ അതാരും മേടിക്കില്ല. അപ്പോൾ നിങ്ങൾ ഏത് ജോണറിലാണ് അത്ര സ്ട്രോങ്, ഏത് ജോണറിലാണ് നിങ്ങൾ അറിയപ്പെടുന്നത്, ആ ജോണറിൽ നിങ്ങൾ സെല്ല് ചെയ്യാൻ നോക്കുക. അങ്ങനത്തെ പ്രീസെറ്റ്സും ലട്ട്സൊക്കെ വീഡിയോ ലട്ട്സൊക്കെ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാം. പിന്നെ ഈ പറഞ്ഞ പോലെ 1-to-1 വർക്ക്ഷോപ്സ് കൊടുക്കാൻ പറ്റും, ഓൺലൈൻ വർക്ക്ഷോപ്സ് കൊടുക്കാൻ പറ്റും. അങ്ങനെയും നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാം. ഇതൊക്കെയാണ് ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കേട്ടോ. ഇതിൽ നിന്നും വേറെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് ഇപ്പോൾ ഫോട്ടോഗ്രാഫിയിൽ നിന്ന് എങ്ങനെ പൈസ ഉണ്ടാക്കും എന്നുള്ളൊരു രീതിയിൽ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ ഒരു ഫോട്ടോഗ്രാഫി പഠിച്ചിട്ടൊന്നുമില്ല, ഞാനൊരു എഞ്ചിനീയറാണ്. കുറച്ച് അത്യാവശ്യം പാഷനേറ്റഡ് ആയിരുന്നു ഫോട്ടോഗ്രാഫിയോടും. പഠിക്കുമ്പോഴും ഞാൻ ഫോട്ടോഗ്രാഫി ചെയ്തിരുന്നു. അങ്ങനെ പാഷനേറ്റഡ് ആയിട്ട് ഞാൻ ഫുൾ ടൈം പ്രൊഫഷണലായിട്ട് മാറ്റിയാണ് ചെയ്തത്. അപ്പോൾ ഫസ്റ്റ് ഒരു ചോദ്യം എങ്ങനെയാണ് പൈസ ഉണ്ടാവുക എന്നാണ്. അപ്പോൾ ഞാൻ ആ സമയത്താണ് ഞാൻ വെഡ്ഡിങ് ഒരു ഓപ്ഷൻ എടുത്തത്. ഞാൻ എല്ലാം ട്രൈ ചെയ്തിരുന്നു, വെഡ്ഡിങ്, ഫാഷൻ, പ്രൊഡക്ട്സ് എല്ലാം ചെയ്തിരുന്നു. എന്നിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വെഡ്ഡിങ് ആയിരുന്നു. വെഡ്ഡിങ് ലാൻഡ്സ്കേപ്പായിരുന്നു എൻ്റെ മെയിൻ എയിം. പക്ഷേ അത് ലാൻഡ്സ്കേപ്പ് അന്നൊക്കെ ട്രാവൽ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ട്രാവൽ ലാൻഡ്സ്കേപ്പ് എടുത്തൊന്നും പൈസ ഒന്നും കിട്ടുന്നുണ്ടായില്ല. ഇപ്പോൾ കുറേ ഓപ്ഷൻസ് ഉണ്ട്, അന്ന് ഇത്രയും ഓപ്ഷൻസ് ഒന്നും ഇല്ല. അപ്പോൾ അന്ന് ഞാൻ സെലക്ട് ചെയ്ത സംഭവമാണ് വെഡ്ഡിങ്. ഇപ്പോഴും എനിക്ക് വെഡ്ഡിങ് തന്നെയാണ് എനിക്ക് മെയിൻ ഇൻകം സോഴ്സ്. ബാക്കിയൊക്കെ സെക്കൻഡറി ആണ്. ഇപ്പോൾ പറഞ്ഞ പോലെ കൊളാബറേഷനൊക്കെ ഇതിൽ സെക്കൻഡറി ആണ്. പിന്നെ ടൂറിസം വകുപ്പുകളായിട്ടുള്ള കൊളാബറേഷൻസൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. അത്യാവശ്യം പൈസ ഉണ്ട്. കുറേ സംഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.